ഞാൻ ആദ്യത്തെ വീഡിയോ കൂർഗിൻ്റെ രണ്ടാം ഭാഗം ഇത്. ആദ്യത്തെ വീഡിയോയിനകത്ത് എനിക്ക് ചെറിയ കറക്ഷനുണ്ട്. ഞാനത് കൊടവാസ് എന്നുള്ളത് കടവാസ് എന്ന് കയറി പറഞ്ഞു. തെറ്റാണ്, അതെൻ്റെ തെറ്റാണ്. പിന്നെ ഞാൻ ഒരു തിരുവിതാംകൂർ അച്ചായനാണ്ട് ചില കാര്യങ്ങൾ, ചില മിസ്റ്റേക്കുകളൊക്കെ വന്നു. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞതിൽ ഞാൻ എൻ്റെ അപ്പോളജി. ഇത് രണ്ടാമത് പല ആൾക്കാരും പറഞ്ഞു അതിനകത്ത് ഈ കൂർഗീസ് അവർ ബീഫ് കഴിക്കത്തില്ല, അവർ ഹൈന്ദവ ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ് നിങ്ങളീ പറയുന്നത്. കാരണം ഇത് ഞാൻ റീകൺഫേം ചെയ്ത് പല ആൾക്കാരോടും ചോദിച്ചിട്ടാണ് ആദ്യത്തെ ഭാഗം വീഡിയോ ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ പറഞ്ഞ അവരുടെ പേര് അത് ഞാൻ കടവാസ് എന്ന് പറഞ്ഞ കുടവ അത് സംഭവമാണ് കറക്റ്റ്. നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ പോട്ടാ തെറ്റാണ്. അവർ ബീഫ് കഴിക്കുന്ന കൂർഗീസുണ്ട്. കാരണം ഞാൻ അവരോട് കൂടി ബീഫ് കഴിച്ചു. പിന്നെ നിങ്ങൾ ബീഫ് കഴിച്ചില്ലെന്ന് പറയാൻ എങ്ങനെ കാരണം? ഈ പറയുന്ന പശുവിനെ ചില ആൾക്കാർ അതിനെ ഒരു ഹോളി ആനിമലായിട്ട് കാണുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ഇവർ ബീഫൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാർ വന്ന്, കാരണം ബ്രിട്ടീഷുകാർ ബീഫ് കഴിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഇവർ ബീഫ് ഒരു ഡെലീഷ്യസ്, കാരണം അവരുടെ ഈ ഫങ്ഷനൊന്നും ബീഫില്ല, ഫങ്ഷനൊക്കെ പോർക്കാണ്, പാണ്ടിക്കറി എന്ന് പറയുന്ന സംഭവമാണ്. പക്ഷെ മറ്റുള്ള ഇതിനകത്തൊക്കെ അവർ ബീഫ് കഴിക്കും. പിന്നീട് അവർ ഈ കൗവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അത് പാലെടുക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു കാലത്ത് അതിൻ്റെ ചാണകം കൊണ്ടാണ് ബേസിക്കലി ഇവർ ഈ കോഫി പ്ലാന്റേഷനൊക്കെ നടത്തിയിരുന്നത്. അപ്പം അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ടെന്നല്ലാതെ അതിൽ വേറെ നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാന ആ കമൻറ്റ് എഴുതിയ 3-4 പേര് കമൻറ്റ് എഴുതിയിരുന്നു. അത് ബേസിക്കലി നോൺസെൻസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ കൂർഗി പോവുകയാണെങ്കിൽ വനപ്രദേശമാണല്ലോ. അപ്പം ഈ പശുവിനേക്കാളും ഹൈന്ദവ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡിവൈനുള്ള ആനിമലാണ് ഈ പറയുന്ന കുരങ്ങ്. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒറ്റ കുരങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ഈ കൂർഗി തന്നെ വെടിവെക്കും. കാരണം എന്താ വെടിവെക്കാൻ കാരണം? നിങ്ങളിപ്പോൾ ഹൈന്ദവ ബിലീഫിൽ ഇത് ബേസിക്കലി ഹനുമാനുമായിട്ട് സാദൃശ്യമുണ്ട്. എന്തിനാണ് വെടിവെക്കുന്നത്? കാരണം അവൻ്റെ ഈ പറയുന്ന ഈ അഗ്രികൾച്ചറിനെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം കോഫി പ്ലാന്റേഷൻ ഇത് വന്ന് പറിച്ചു തരുന്നത്, അതുകൊണ്ടാണ് ഇത് ഫയർ ചെയ്യുന്നത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ ഫർദർ പറയുന്നില്ല, കാരണം അത് വയലേഷൻ ഓഫ് ഇന്ത്യയുടെ ആനിമൽ ആക്ടിനെതിരായിട്ട് ഫർദർ പറയുന്നില്ല, കാരണം തെറ്റാണ് ഞാൻ പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂർഗി കോഫി വലിയ ഫേമസ് ആണ്. കാരണം കൂർഗ് കോഫിയാണ് ഇന്ത്യയുടെ 33% ഇന്ത്യയുടെ മാർക്കറ്റ്. കൂർഗ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ കോഫി എന്ന് അറിയപ്പെടുന്നത്. 33% കൂർഗി കോഫിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പോകുന്നത്. കൂർഗി കോഫിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഫിയുടെ ഹിസ്റ്ററി പല അറിയാവുന്ന നിങ്ങളുണ്ട്. ഇതിൻ്റെ ചരിത്രവും രസകരമാണ്. അതായത് ബാബ ബുഡാൻ എന്ന് പറയുന്നയാൾ 17ാമത്തെ സെഞ്ചുറിയാണ്. അദ്ദേഹം ഈ സൂഫി സെയിൻ്റ് ആയിരുന്നു. ഇസ്ലാമിലെ മറ്റൊരു ഭാഗമായ സൂഫി വിഭാഗത്തിലെ സെയിൻ്റ് ആയിരുന്നു. ഇദ്ദേഹം മെക്കയിൽ പോയി ഹജ്ജിന് വേണ്ടി. അപ്പോൾ തിരിച്ചു വന്നത് യമൻ വഴിയാണ്. യമനിൽ വന്നിട്ട് 7ഓളം കോഫിയുടെ ബീൻസ് ഇദ്ദേഹം സ്മഗിൾ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അവിടുന്ന് കോഫിയുടെ ബീൻസ് എവിടെയും കൊണ്ടുപോകാൻ അന്ന് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം അവരറിയാതെ ഇവിടെ കൊണ്ടുവന്ന് ചിക്കമംഗ്ലൂർ ഇത് വളർത്തിയിട്ട് അവസാനം ഇത് പിന്നീട് അത് കൂർഗിലോട്ട് വന്നു. അപ്പോൾ കർണാടകയിലെ മറ്റുള്ള ഡിസ്ട്രിക്റ്റ് പോലെ സിറ്റി ഡിസ്ട്രിക്റ്റൊക്കെ കഴിയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ കൂർഗ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്, കാരണം കോഫി പ്ലാന്റേഷൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ കോഫി പ്ലാന്റേഷൻ ജോലി ചെയ്യുന്നത് ആസാമീസാണ്. ഇപ്പോൾ എന്താണ് ആസാമീസിന് അവിടെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത? നിങ്ങൾക്കറിയാം, ആസാമീസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവർ ഏറ്റവും കൂടുതൽ ജോലി ഇന്ന് തേയിലയിലാണ്. കാരണം ആസാം തേയില നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അവർക്ക് ഈ കോഫി പ്ലാന്റേഷൻ ജോലി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓരോ മാസവും 3.5 കോടി രൂപ വെച്ചാണ് ഈ കുടക് ആ ഭാഗത്തു നിന്ന് ആസാമിലോട്ട് ഓരോ മാസം പോകുന്ന അവരുടെ ജോലിയുടെ ഈ ശമ്പളമായിട്ട് അവിടെ പോകുന്ന, അവിടെ അവരുടെ പേരൻസിനും ഭാര്യയ്ക്കും കുടുംബത്തിനൊക്കെ വേണ്ടി. ഇനി കൂർഗീസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. അവർക്ക് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. ഇത് മലയാളികൾ അറിഞ്ഞിരിക്കണം ഈ സംഭവം. എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്? പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇവരുടെ വീട്ടിലോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, അവരുടെ വീടുണ്ടെങ്കിൽ തന്നെ ആ വീടിനകത്ത് സേക്രഡായിട്ടൊരു റൂം വെച്ചിട്ടുണ്ട്. അതായത് അതിനെ വിശുദ്ധമായിട്ട്, കാരണം ഒരു വിസിറ്റർക്ക് വന്ന്
വളരെ താമസിക്കാൻ വേണ്ടിയുള്ള രീതിക്കാണ് അതിന് സേക്രഡ് റൂം എന്ന് തന്നെ അതിന് പറയുന്നത്. അവർ വീട്ടിലോട്ട് വരുന്ന അതിഥിക്ക് ആദ്യം അവിടുത്തെ കോഫി കൊടുക്കും. അതൊരു ഡെലീഷ്യസ് ആയിട്ട് വളരെ ഒരു കടുപ്പത്തിലാണ് ഈ കോഫി കൊടുക്കുന്നത്. ആ റൂം സേക്രട്ടായിട്ട് വെക്കുകയും പിന്നീട് ഇന്ത്യയിൽ ഹോം സ്റ്റേ ക്യാപിറ്റലായിട്ട് കൂർഗ് മാറാനുണ്ടായ കാരണം അവരുടെ ഈ ഹോസ്പിറ്റാലിറ്റി, ഈ സേക്രഡ് റൂം അവരുടെ വീട്ടിൽ വെക്കുന്നത്. കാരണം നിങ്ങൾ എടുത്ത് നോക്കുക, ഇന്ത്യയിലെ ക്യാപിറ്റൽ ഓഫ് ഹോം സ്റ്റേ എന്ന് പറയുന്ന കൂർഗാണ്. കാരണം ഇവരുടെ സ്വഭാവം കൊണ്ട് അതങ്ങനെ കൺവേർട്ടായിട്ടാണ് മറ്റൊരു ബിസിനസ്സുണ്ട്. ഇവർ വളരെ ഹാർഡ് വർക്കേഴ്സാണ്, ശരിക്കും അഗ്രികൾച്ചർ ഫാർമേഴ്സാണ്. അപ്പം പല ആൾക്കാരും വന്ന് ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ സാരി ഉടുക്കുന്ന പ്രത്യേക രീതി, അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം എന്താണ് ആ രീതിയിൽ അവർ സാരി ഉടുക്കുന്നത്? അതും അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ്. അതായത് ഒരു സ്ത്രീ ജോലിക്ക് പോകാൻ നേരത്ത്, അതായത് കോഫി പ്ലാന്റേഷനിലോ മറ്റുള്ള കൃഷിക്ക് പോകാൻ നേരത്ത് ഈ ഭാഗം കാണാതിരിക്കാൻ, അതായത് അതിനുവേണ്ടി അവരിങ്ങനെ സാരി അണിയുന്നത്. കാരണം ഇത് പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാരിയുടെ ട്രഡീഷനാണ്. അതായത് ഈ പറയുന്ന ബ്രസ്റ്റ് പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടി ആണ് അവരെ സാരിക്ക് ഇങ്ങനെ ഒരു രീതി കൊണ്ടുപോകുന്നത്. അത് പിന്നീട് ട്രഡീഷണൽ അവരുടെ ഒരു സാരിയായിട്ടങ്ങ് മാറി. ഇവരുടെ കല്യാണം ഏകദേശം 3 ദിവസമാണ്. അതായത് കൂർഗ് ട്രഡീഷൻ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോർക്ക് കറിയാണ്, അതായത് പന്നിക്കറി. നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ പന്നി എന്നൊക്കെ പറയുന്ന സംഭവം, അതിന് പാണ്ടിക്കറി എന്നാണ് പറയുക. അവിടുത്തെ പ്രത്യേക ഒരു നമ്മുടെ കുടംപുളി മറ്റേ നമ്മൾ മീനൊക്കെ ഇടുന്ന പോലെ അത് വാറ്റിയെടുത്ത് ഉണ്ടാക്കിയ സാധനം ഇട്ടിട്ടാണ് അവർ ആ പന്നിയുടെ ഇതുണ്ടാക്കുന്നത്. അത് എത്രമാത്രം കഴിച്ചാലും കഴിച്ചാൽ ഈ നമുക്ക് മടുക്കത്തില്ല. അതുകൊണ്ടാണ് അവർ. പിന്നെ ഈ പന്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററി എന്തുകൊണ്ടാണ് ഈ കൊടകുകാർ ഇത്രമാത്രം പന്നി കഴിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവർ ബേസിക്കലി വാരിയേഴ്സാണ്. അവർ ഈ വനത്തിൽ ഹണ്ട് ചെയ്യാൻ പോകും. ഈ ഹണ്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവർ പന്നിയെ കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിനെ കൊന്നിട്ട് അവിടെ വെച്ച് കറി അതിനെ തീയൊക്കെ കൂട്ടി കറി വെച്ച് കഴിക്കും. പിന്നീട് ഇത് അവരുടെ ലൈഫിൻ്റെ പാർട്ടായിട്ടിത് മാറി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ ഇതൊരു ഹെൽത്തി ഡെലീഷ്യസ് സാധനമായതുകൊണ്ടും അവിടുത്തെ വെതർ അനുസരിച്ച് ഇത് നല്ലതായതുകൊണ്ട് പിന്നെ പന്നി എന്ന് പറയുന്ന ഇറച്ചി അവിടെ ഭയങ്കര പോപ്പുലർ സംഭവമായിട്ട് മാറി. അവരുടെ എന്ത് ഫങ്ഷനിലും ഈ പന്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം അവിടെ വളരെയധികം പോപ്പുലറാണ്. അതാണ് ഈ പന്നി ഇറച്ചിക്ക് അവിടെ ഇത്രമാത്രം പ്രാധാന്യം കിട്ടുവാനുണ്ടായ കാരണം. ഈ സംഭവമുണ്ട്. ഇനി അവരുടെ ജൂവലറി പ്രത്യേകതയാണ്. പ്രത്യേക ജൂവലറിയാണ് അവിടെ സ്ത്രീകളൊക്കെ ശരിക്കുമാണ്. കാരണം അവർ തന്നെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയെടുത്ത ജൂവലറിയാണ് ഇതൊക്കെ. ഇനി ഇങ്ങോട്ട് മാറുവാണെങ്കിൽ എന്താണ് കൂർഗീസിൻ്റെ ഹോക്കി? കാരണം ബ്രിട്ടീഷുകാരാണ് അവിടെ ഹോക്കി കൊണ്ടുവരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 4ഓളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനെ ഉണ്ടാക്കിയ ഒരു ചെറിയ റീജിയനാണ് കൂർഗ്. അതായത് ഇന്ത്യൻ ക്യാപ്റ്റനായ MB ഗണേഷ്, അതേപോലെ സൊമയ്യ എന്ന് പറഞ്ഞ ആൾ, അതായത് ഇന്ത്യൻ ഗോൾ കീപ്പറായിരുന്നു. ഇവരെ ഏകദേശം ഉണ്ടാക്കിയ ഒരു ചെറിയ റീജിയൻ തന്നെയാണ് ഈ കൂർഗീസ്, ഈ കൊടവാസ് എന്ന് പറയുന്ന ആൾക്കാർ. ഒരു ഭയങ്കര അത്ലറ്റിക്സിനോട് സ്നേഹം. അശ്വിനി നാച്ചപ്പ നിങ്ങൾ കേട്ട് കാണാം. മറ്റേ PG ഉഷയുമായിട്ട് ഏഷ്യൻ ഗെയിംസിനോ ഏഷ്യാഡിനൊക്കെ, അതായത് നാഷണൽ ഗെയിംസിനൊക്കെ 1ാം സ്ഥാനത്തോട്ട് പോയ അവരും ഈ പറയുന്ന ഈ കൂർഗ് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ്. പിന്നെ ഇവരുടെ ഹോക്കി എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ഇവരുടെ ഒരു ഹോക്കി മേളയുണ്ട്, അത് ഫെസ്റ്റിവലുണ്ട്. അത് ഗ്ലോബലായിട്ടുള്ള പല ഹോക്കി പ്ലേയേഴ്സും ഹോക്കി ക്ലബ്ബുകളും വന്ന് അവിടെ വന്ന് കളിക്കാറുണ്ട്. അതായത് ബ്രിട്ടീഷുകാരെ പഠിപ്പിച്ചാണെങ്കിലും ഇവരെ ഭയങ്കരമായിട്ട് അത്ലറ്റിക്സിന് മുമ്പിലാണ്, ഈ ഹോക്കി എന്ന് പറഞ്ഞ കാര്യത്തിൽ മുന്നിലാണ്. വളരെ ഇന്തൂസിയാസ്റ്റാണ് ഇവർ. അതേപോലെ വളരെ പവർഫുൾ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് പണ്ടുള്ള ബന്ധം കൊണ്ടും അവിടുത്തെ അവർ ശരിക്കും എഡ്യൂക്കേറ്റഡായി മാറി. അവിടുത്തെ സ്കൂളുകൾ ഫേമസ് ആണ് കൊടകുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊടകിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു വെസ്റ്റേൺ ശൈലിയിലാണ് ഇവർ ആൾക്കാരെ അവിടെ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് അവരുടെ കൾച്ചറും എല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇവർ പുതിയ തലമുറയ്ക്ക് ഇതിനെ കൈമാറുന്നത്.